ഇവിടെ ഏറ്റവും ആദ്യം എണീക്കുന്നത് എസക്കുട്ടിയാണ്. എസക്കുട്ടി നമുക്ക് ഡേക്കറി പോവാം. ഡേക്കറി പോവാം നമുക്ക്. ആരും എണീറ്റില്ല അല്ലേ? പുള്ളി ഹാപ്പി രാവിലെ ഡേക്കറി പോകാൻ വേണ്ടിയിട്ട്. രാവിലെ വഴക്കൊന്നുമില്ല അല്ലേ? നമുക്ക് പോവാം. നമുക്ക് ഇന്ന് -7 ഉള്ളൂ. ഒന്ന് ചെറിയ തണുപ്പ് കുറവുണ്ടെന്ന്. പക്ഷെ അവൻ ഇവിടെ ഇപ്പോൾ എല്ലാവരും പരിചയമായതുകൊണ്ട് നേരെ അവർ കൊടുത്ത് പൊക്കോളും. നമ്മൾ കയ്യും കഴിപ്പിച്ച് തുടപ്പിച്ചിട്ട് നേരെ പോവാം. നമുക്ക് കൂടെ കണ്ടിച്ചിട്ട് എടുത്ത് പോവാം. വഴക്കൊന്നുമില്ലാണ്ട് കരയാണ്ട് പുള്ളി പോയി. ഇല്ല, ഒരു കുഴപ്പമില്ലാണ്ടാ പോയേ. അല്ല, ജാക്കറ്റ് ഇടാൻ നേരത്തെ ഒരു ചെറിയൊരു ചിണുക്കുണ്ടായിരുന്നല്ലോ. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. കുറേ ദിവസം കൂടിയിട്ടാണ് പോകുന്നത്. സിക്കായിരുന്നു എല്ലാവരും, 4 പേരും. അത് കുറച്ച് ഹാർഡായിട്ടുള്ള സംഭവം അല്ലേ? ഓൾമോസ്റ്റ് 1 വീക്കായിട്ട് ഇവിടെ എല്ലാവർക്കും സുഖമായിരുന്നല്ലേ? എങ്ങനെയുണ്ട് ചെക്കി? ഇപ്പൊ എങ്ങനെയുണ്ട്? മൂക്കിപ്പോഴും സെറ്റായിട്ടില്ല. മാളുവിന് എങ്ങനെയുണ്ട്? മാളു കുഴപ്പമില്ല. ആണോ? മാളുവിന് വലിയ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്തില്ല. പക്ഷെ ഓൾറെഡി ഫുഡിനോട് അത്രയും ഒരു അപ്പറ്റൈറ്റ് ഇല്ല. ഇതുകൂടെ കഴിയുമ്പോഴേക്കും തീരെ ഇല്ലാണ്ടായിപ്പോയി. ആണോ? അതായത് എല്ലാവർക്കും ഒരേ സമയത്ത് വയറിന് അസുഖം വന്നു കഴിയുമ്പോഴേക്കും ജലദോഷം, അതിൻ്റെ കൂട്ടത്തില് ഛർദി ഉണ്ടായിരുന്നു, വയറിളക്കം ഉണ്ടായിരുന്നു. അത് ഒറ്റ രാത്രിയില്ല അല്ലേ? ഒരു രാത്രിയില്ല 4 ബക്കറ്റുമായിട്ട് ഞങ്ങൾ അങ്ങനെ ഓടി. അതെ, മാറി മാറി ഒരു സംഭവമാണ്. അതായത് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വന്നു കഴിയുമ്പോഴേക്കും കുഴപ്പമില്ല. സെയിം ടൈമിൽ 4 പേർ കൂടെ ഒരുമിച്ച് അങ്ങ് വന്നിട്ടുണ്ടല്ലോ. അതെ, എല്ലാം കൂടെ ഒരുമിച്ച് വന്നു. അതിന്റെ അതായത് ഒരാൾ ഛർദ്ദിച്ചോണ്ടിരിക്കുമ്പോൾ വേറൊരാൾക്ക് വയറിളക്കം. പിന്നെ അത് പിന്നെ നമ്മൾ ടോയ്ലറ്റിൽ ഇരുത്തിയാൽ മതി. പക്ഷെ അങ്ങ് ഭയങ്കര 2-3 തവണയൊക്കെ ആകുമ്പോഴേക്കും അങ്ങ് വാടി തളർന്നു പോവല്ലോ. ആദ്യമേ എസക്കുട്ടനാണ് വന്നത്. എസക്കുട്ടനാണെന്ന് തോന്നുന്നു കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ ശേഷം ഒരുമിച്ച് താമസിക്കുന്നതല്ലേ, പിന്നെ ഇവരൊക്കെ എല്ലാവരും കിട്ടി. ഞങ്ങൾക്ക് പിന്നെ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ എല്ലാരും ഓക്കെ ആയിട്ട് ഇന്നോട്ട് സ്കൂളിലൊക്കെ ഇവരെല്ലാം കെയർ ചെയ്ത് എനിക്ക് ഒന്നടിച്ചു. പക്ഷെ വലിയ കാര്യമായിട്ട് ഏറ്റില്ല. എനിക്ക് ഇതുവരെ ഏറ്റിട്ടില്ല. ചവൺകുട്ടിയുടെ അവസ്ഥ എന്താടാ? ചവൺകുട്ടി ഒരു ഇച്ചിരി ഡ്രൈ ആയി പോയതിന്റെ വിഷമത്തിലാണ്. ഡ്രൈ ആയതുകൊണ്ട് ചുണ്ട് പൊട്ടിപ്പോയെന്ന്. അതുകൊണ്ട് ഒരു ഇച്ചിരി സങ്കടമാണ് പുള്ളിക്ക്. തലവേദനയാണ്. പിന്നെ സ്കൂളിൽ പോകേണ്ട സമയം കഴിയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ വൈറ്റ്ലെസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ 24 to 48 hours നമ്മൾ പിന്നെ പനി ഉണ്ടെങ്കിൽ പനി മാറി സിംറ്റം ഇല്ലാതെ നമ്മൾ വീട്ടിലിരിക്കണം എന്നുള്ളതാണ്. മുന്നം കഴിഞ്ഞ് വീക്കെൻഡ് വീട്ടിൽ അങ്ങനെ റെസ്റ്റ് എടുത്തിരുന്നു. അപ്പോൾ സ്കൂൾ തുടങ്ങിപ്പോയി, കുഴപ്പമില്ല. പക്ഷെ സ്കൂളിൽ പോകേണ്ട ഒരു ഇതില് ടയർഡ്നെസ് കൂടുതലാണ് ജോൺകുട്ടിക്ക്. ഏറ്റവും ആദ്യമേ മടി കൂടാണ്ട് ഡേക്കറി പോയ ആളാണ് ഇവിടെ എവിടെ ഏറ്റവും കൂടുതൽ ഉത്സാഹം. ഇപ്പൊ അവ ശരിക്കും പറഞ്ഞു അവൻ നമ്മളെന്തോ വിസിറ്റ് ചെയ്യാൻ വരുന്ന പോലെയല്ലോ. ഇപ്പൊ ഇന്നലെ ആണെങ്കിലും ഡേ കെയറിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ എല്ലാവരുടെ അടുത്ത് കളിച്ചിരിച്ച് ചേർന്നിട്ട് പിന്നെ പെട്ടെന്ന് പിടിച്ച് വലിക്കുക ഡോറിന്റെ അങ്ങോട്ട് വാ പോവാന്ന് തിരിച്ചു കൊണ്ടുവിടാം. ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പരിചയമായതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ടെൻഷൻ ഇല്ല. കൊണ്ടേ വിട്ടിട്ട് പോകുമ്പോഴേക്കും കരഞ്ഞോണ്ട് വരുമ്പോ നമുക്ക് ഭയങ്കര വിഷമമാണ്. കുഴപ്പമില്ല. റെഡിയാവ് പിള്ളേര്. കഴിച്ചോ? ചക്കി കഴിച്ചു. മാള് കഴിക്കട്ടെ, കളയല്ലേ. നമ്മുടെ ഇലയട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. രാവിലെ തന്നെ ഇലയട ഉണ്ടാക്കി വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അപ്പനും അമ്മയ്ക്കും നല്ലൊരു ദിവസമാണ്. ഒരു ചെറിയൊരു ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാൻ പോവാണ്. പിള്ളേര് സ്കൂളിൽ പോകുന്നു. അല്ല, എന്റെ മുടി ഉണ്ടല്ലോ, ഇത് കുളി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും മെയിൻറ്റെയിൻ ചെയ്യാതെ പറഞ്ഞാൽ കണ്ടീഷണർ ഇടണം, പിന്നെ ഓയിൽ ഇടണം, അങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ കുഴപ്പമില്ല. ഓ, പശുവിനെ കൊണ്ട് നക്കിക്കാൻ വേണ്ടി പോവാണോ? അങ്ങനെയൊന്നും അല്ല എന്റെ പോയി ചെയ്യാം. അതല്ല, ഇത് ഒരു സംഭവം ഉണ്ട്. ആക്ച്വലി അറിയത്തില്ല, ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് പറയാം. നല്ലതാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. കണ്ടോ, ഇത് ഭയങ്കര ഫ്രിസ് ആയിട്ടിരിക്കുക. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ കളർ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് കളർ ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു കളർ ചെയ്തേക്കാൻ മുന്നേ ആ ട്രീറ്റ്മെന്റ് എടുക്കണം, അല്ലെങ്കിൽ കളർ വാഷ് ഔട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. അല്ലപ്പാ, മുടി ഒന്ന് ഇത് ചെയ്യാൻ ഒതുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മുടി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫ്രിസ് ആയിട്ടിരിക്കുമല്ലേ. ആഴ്ചയിൽ 2 ദിവസം നമ്മൾ അപ്പനും അമ്മയ്ക്കും തന്നെ ഇരിക്കാനായിട്ട് ഒരു ഇച്ചിരി സമയം നമ്മൾ കണ്ടെത്താറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്ന് പിള്ളേരൊക്കെ വന്ന് കഴിയുമ്പോൾ ചായ കുടിക്കാൻ നേരത്ത് അഡ്വാൻസ് ആയിട്ട് ഉണ്ടാക്കി വെച്ചൊക്കെയാണ് നമ്മുടെ ഇലയട. ഇന്ന് കൊണ്ടുവിടാവോ എന്ന് കൂടി ചോദിക്കുവാണ്. ഇന്ന് -7 ഉള്ളൂ. വാ, എന്തായാലും റെഡിയോ. വണ്ടി കയറിയോ?
ആളിത്ര നേരത്തെ പോകണ്ടെന്നേ നടക്കണോ. ബാ പിള്ളേരെല്ലാം നമ്മൾ കൊണ്ടാക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ജിമ്മിലോട്ട് വന്നു. വാമപ്പിൽ തുടങ്ങുവാണ്. ഏറ്റവും എഫക്റ്റീവായിട്ടും ലൈറ്റായിട്ടും ചെയ്യാൻ പറ്റുന്ന സാധനം എന്താ പറയട്ടെ, മറ്റേ ഇൻക്ലൈനില്ലേ ഈ കയറ്റപ്പുറത്തിട്ടിട്ട് വാക്ക്. അത് ജിമ്മിലൊക്കെ പോയിട്ട് വന്നു. ഒരു കുളിയും കഴിഞ്ഞ് നേരെ നമ്മൾ വിടുവാണ്. ചിക്കു ഒരു ട്രീറ്റ്മെൻറ്റ്, ചിക്കുവിൻ്റെ എടുക്കാൻ പോണേ ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഞാനാണെങ്കിൽ മെഡിക്കൽ പെഡിക്യൂർ അല്ലേ. നമ്മളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പാമ്പർ ചെയ്താൽ മാത്രം പോരല്ലേ. ഒരു 40 ആകാറാവുമ്പോഴേക്കും എന്താണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി. അതെ. അപ്പോൾ ഞങ്ങളിപ്പോൾ അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 2 ദിവസം ഒരു അത്യാവശ്യം 5-8 മണിക്കൂർ നമുക്ക് തന്നെയുള്ള സമയം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. ജിമ്മ് കഴിഞ്ഞൊന്ന് പ്രോട്ടീൻ കൂടി എന്തെങ്കിലും അടിക്കണം എന്നാണ് പറഞ്ഞത്. ഉച്ച കഴിഞ്ഞ് നമ്മുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ചായ കുടിക്കാൻ വെച്ച ചായയാണ് ഇപ്പോൾ വേണ്ട. നമ്മൾ ഇലയുടെയും കഴിച്ചിട്ട് പോവാട്ടോ. ചായ മാത്രമല്ല ഞാനും ഉണ്ട്. നമ്മുടെ ഇഞ്ചി ഇട്ട ചായ തിളച്ചോണ്ടിരിക്കണു. ഞാൻ ഫിനിഷ് കോഫിയാണ് സാധാരണ മധുരമില്ലാണ്ട് കഴിക്കും. അതിന് വലിയ ചൂടില്ല. ചൂടിങ്ങനെ നമ്മളെ തൊണ്ട പൊള്ളിച്ച് കുടിച്ച് ഓടണം. ഇതൊക്കെ ദുർച്ചലവാണോ എന്ന് പണ്ടൊക്കെ കുറേ ചിന്തിക്കുമായിരുന്നു. പക്ഷേ പിള്ളേർക്ക് നമുക്ക് കിട്ടുന്ന സാലറിയാണ് നമ്മുടെ വരുമാനം. അതുകൊണ്ട് പിള്ളേർക്ക് ജാക്കറ്റ്, ഷൂസ്, ഉടുപ്പ് സീസൺ അനുസരിച്ച് വാങ്ങിച്ച് നമ്മുടെ കാലവും കഴിഞ്ഞു പോകുന്നു. പിള്ളേരിങ്ങനെ പയ്യെ കുഞ്ഞായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമുക്ക് അതിനിടയ്ക്ക് തോന്നിയ ഒരു കുഞ്ഞൊരു കാര്യമാണ് അല്ലേ, നമുക്ക് കൂടെ വേണ്ടിയിട്ട് ഇച്ചിരി അതെ എഫക്റ്റീവായിട്ട്. വർഷങ്ങൾ പെട്ടെന്ന് കടന്നു പോകുന്നു, എല്ലാം പെട്ടെന്നല്ലേ. അതെ, നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം കിട്ടുന്ന ചെറിയ കാര്യം, വലിയ കാര്യങ്ങളൊന്നും അല്ല. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. കിടക്കട്ടെ അല്ലേ. നല്ല ക്ലൈമറ്റ് ആട്ടോ, നല്ലൊരു സണ്ണി വെതറാണ്. അടുത്ത ദിവസം മുതലേ എല്ലാവർക്കും വെക്കേഷൻ ഒക്കെ തുടങ്ങുകയാണ്. അപ്പൊ നമ്മള് പ്രത്യേകിച്ച് ആമ്പിള്ളേരെ ഭയങ്കര ആക്റ്റീവായിട്ട് നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം അവരുടെ എനർജി അവർ നന്നായിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്ത് അവർ ശരിക്കും അത് യൂസ് ചെയ്ത് പുറത്തേക്ക് എടുക്കണം. അങ്ങനെ അത് സ്പെൻഡ് ചെയ്ത് തീർക്കണം അവര്. അതായത് നാട്ടിലൊക്കെ ആണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് പുറത്ത് പോയി ഓടിക്കളിക്കാം, അങ്ങോട്ടി ആടി ഒന്ന് വേർക്കുകയും ചെയ്യും. ഇവിടെ ഈ തണുപ്പുള്ള രാജ്യങ്ങളിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആമ്പിള്ളേർ ഇതിൽ ആക്ടിവിറ്റീസിനൊക്കെ വിട്ടാൽ പോലും പിന്നെ വീട്ടിൽ സമയം ഉണ്ടാവും. എന്നിട്ട് അവരെ എനർജിയൊക്കെ അങ്ങനെ പുറത്തൊക്കെ ഇറക്കി എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൂ. ചില കാര്യങ്ങളൊക്കെ അവർക്ക് തുടക്കത്തിലൊന്നും ഇൻട്രസ്റ്റ് കാണത്തില്ല, പക്ഷെ നമ്മൾ ഇൻട്രസ്റ്റ് ആക്കി എടുക്കുകയാണ്. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്ത് പോയി കടലിന് മുകളിൽ വെച്ച് ഫിഷ് കറി ഉണ്ടാക്കിയില്ലേ, അത് കഴിഞ്ഞ ശേഷം മാളും ജോണിക്കുട്ടിയും കൂടെ കൂടിയിട്ട് പുറത്ത് തീയൊക്കെ ഇട്ടിട്ട് എന്നെ സാധനം എന്തോ മാഷ്മലോ ഒക്കെ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് ചോക്ലേറ്റ് ഒക്കെ വെച്ച് ബിസ്ക്കറ്റിനകത്ത് വെച്ചിട്ട് സാൻഡ്വിച്ച് പോലെ ആക്കി കഴിക്കണ പരിപാടിയും അവര് അല്ലേ തന്നെ തീയിട്ട്. പക്ഷെ ഞാൻ ഇല്ലായിരുന്നു, വീടൊക്കെ ഞാൻ ഇല്ലായിരുന്നു. ചിക്കു തന്നെ എടുക്കുമായിരുന്നു, കൊച്ചിനും കൊണ്ട് തന്നെ എടുത്തിരിക്കുന്നു. നോക്കിപ്പോണേ ചിക്കൻ എടുക്കുമായിരുന്നു. അല്ല ഞാൻ അകത്തായിരുന്നു, ഞാൻ ബേബിനെയും കൊണ്ട് വീട്ടിലെ പരിപാടികളായിരുന്നല്ലോ. എനിക്ക് ഫുള്ള് ഡ്യൂട്ടി ആയിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുള്ള പരിപാടിയായിരുന്നു. തന്നെ പുള്ളി തന്നെ തീയൊക്കെ ഇട്ട് സംഭവം എല്ലാം ചെയ്ത് സെറ്റാക്കി. ഞാൻ പറഞ്ഞു ഗ്രില്ല് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിന്റെ അകത്താണ് കല്ലിട്ടിട്ട് ഒരു ചെറിയൊരു സാധനം ഇങ്ങനെ കത്തിച്ചിടുവാണ്. അപ്പൊ മാളും ജോണിക്കുട്ടിയും കൂടെയും കൂടിയിട്ടാണ് സംഭവം ചെയ്തത്. കാണുന്നുണ്ടായിരുന്നു വിൻഡോയിലൂടെ നമ്മുടെ ഒബ്സർവേഷൻ ഉണ്ട് കേട്ടോ, അല്ലാണ്ടല്ല തീയുടെ പരിപാടിയൊക്കെ അവർ ചെയ്തത്. അപ്പോൾ ഈ ജോണിക്കുട്ടിയുടെ ഒക്കെ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് കളിക്കാനായിട്ട് അവരെ ചുമ്മാ നമുക്കങ്ങ് പുറത്തേക്ക് വിടാൻ പറ്റില്ല. അങ്ങനെ പറ്റിയൊരു രാജ്യമല്ലല്ലോ ഇത്. ഇവിടെ എല്ലാ കാര്യത്തിലും നമ്മളാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് കളിക്കണം, അവന് ഫ്രീ ആയിട്ട് ഇത് ചെയ്യണം എന്നുള്ള സാഹചര്യത്തിലൊന്നും ചിലപ്പോൾ നമുക്കത് പോസിബിൾ ആയിരിക്കണമെന്നില്ല. നമ്മുടെ ഡ്യൂട്ടി കാരണം നമ്മുടെ വീട്ടിലെ നമ്മുടെ ടാസ്കുകൾ, നമ്മുടെ ഒരു ഹെൽത്ത്, ചിലപ്പോൾ നമ്മൾ ടയേർഡായി കഴിയുമ്പം അവരുടെ അത്രയും ഹാപ്പി ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റിയെന്ന് വരത്തില്ല. അപ്പം ഇതെല്ലാം അവരെ പല രീതിയിലും സ്വാധീനിക്കും. അപ്പം ചില സമയത്തൊക്കെ ഒരു നിവൃത്തിയില്ലെങ്കിൽ അവരെ നമ്മൾ വഴക്ക് പറഞ്ഞ് അങ്ങനെ ഇരിക്കടാന്നും പറഞ്ഞുകൊണ്ട് കയറി ഇരുന്ന് വായിക്കടാ പഠിക്കടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴക്ക് പറഞ്ഞ് ഇരുത്താം എന്നുള്ള 1-2 തവണയൊക്കെ അങ്ങനെ ചെയ്യാം. പക്ഷെ അത് റിപ്പീറ്റഡായിട്ടൊരു ഹാബിറ്റാക്കി വരുമ്പോഴേക്കും അത് അവരുടെ ക്യാരക്ടറിനെ ഫോം ചെയ്യുമ്പം അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് പിള്ളേരിൽ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ പരമാവധി ഇച്ചിരി ക്ഷീണവും കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് മാക്സിമം നമ്മൾ അവരുടെ കൂടെ ഇത് ചെയ്യും. പക്ഷെ മനുഷ്യരാണ് നമ്മൾ ഓവറായിട്ട് എനർജി ഡ്രെയിൻ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ വീക്കെൻഡ് കിട്ടുമ്പോൾ നമ്മളെ ഒന്ന് ചെറുതായിട്ട് അല്ലേ, അപ്പൊ പിള്ളേര് സ്കൂളിലാണ്, നമുക്ക് ഫ്രീ ടൈം ഫ്രീ ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും അല്ലേ. അപ്പൊ ഇങ്ങനെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ ചില സാഹചര്യങ്ങൾ അവർക്ക് അത്ര തുടക്കത്തിലൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ, പക്ഷെ അവർ പോകെ അത് അവർക്ക് ഭയങ്കര ഉള്ളിന്റെ ഉള്ളിലേക്ക് എവിടെ കിടക്കുകയാണ്, എന്നിട്ട് അത് ചെയ്യാൻ തോന്നുന്നു. അപ്പൊ
ആ മൊമെന്റിൽ ഭയങ്കര സന്തോഷമായിട്ട് അവരിത് ചെയ്യുന്ന കാര്യം അല്ലെങ്കിലും കുറച്ചു കാലം കഴിയുമ്പോൾ അവരത് എൻജോയ് ചെയ്തായിരുന്നു എന്നുള്ളത് വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ചില കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് 3 പേർക്കും 3 ഡിഫറെന്റ് ഇഷ്ടങ്ങളാണ്. ഒരാൾക്ക് ഹൈക്കിംഗ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ വേറൊരാൾക്ക് ഹൈക്കിംഗ് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ അന്നേരം ഹൈക്കിംഗ് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും അതിൻ്റെ അകത്ത് എന്തെങ്കിലും സ്നാക്ക് ഒക്കെ എടുത്ത് പിക്നിക് രീതിയിൽ പോണത് ഇഷ്ടമുള്ള ആളായിരിക്കും. അപ്പൊ നമ്മൾ എല്ലാ എലമെന്റ്സും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ പെൺപിള്ളേരെ സംബന്ധിച്ച് അവര് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആക്റ്റീവ് ആവാൻ വേണ്ടി അരയ്ക്കും അങ്ങനെയുള്ള കാര്യം. പക്ഷെ ജോണിക്കുട്ടിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കായികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, ഫിസിക്കൽ ആക്ടിവിറ്റി നന്നായിട്ട് വേണം. ആൺപിള്ളേർക്ക് അത് വേണം എന്നുള്ളത് മനസ്സിലായി. നേരെ പോയിട്ട് ലെഫ്റ്റ്. അപ്പൊ നമ്മൾ ടൗൺ എത്തി. ഇവിടെ തന്നെയാണ് നമ്മുടെ പാർലറും മറ്റേ എന്താണ് കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ പെഡിക്യൂർ ചെയ്യുന്ന സ്ഥലവും. അതായത് വിന്റർ രാജ്യത്തെ മെയിൻ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പെഡിക്യൂർ ഇടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചൂടുള്ള രാജ്യത്തെക്കാളും പെട്ടെന്ന് കുറച്ചും കൂടെ കാല് ഒക്കെ കുറച്ചും കൂടെ ഡ്രൈ ആവും. എല്ലാവർക്കും ഇല്ല കേട്ടോ, ചിലർക്കൊക്കെ. ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണാൻ എന്റെ ഇപ്പോഴും ഇരിക്കുന്ന മുടി ഇനിയിപ്പോ തിരിച്ചു വരുമ്പോ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാലേ. 2 ഷോപ്പിൽ ചിക്കു പോകുന്ന വേറെ ഷോപ്പിലും ഞാൻ പോകുന്ന വേറെ ഷോപ്പിലാണ്. ആൾക്കാർ വിചാരിക്കും ഞാൻ എന്താ വലിയ ടൗണിലോടെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് നാണോ ചോദിച്ചാൽ. ഞാൻ ഇവിടെ പോകണേ. ജസ്റ്റ് അവരുടെ അടുത്ത് പെർമിഷൻ എടുത്തപ്പോൾ അവർ ഫേസ് കാണുന്നതിന് കുഴപ്പമില്ല, പ്രോബ്ലം എന്ന് പറഞ്ഞു. സോ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. വാഷ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് സ്മൂത്ത് ക്രീം ഇടുന്നു, അങ്ങനെയാണ് അവർ പറഞ്ഞത്. കാവേലാണ് ഇപ്പോൾ ഉള്ളത്. നല്ലൊരു പാർലറാണ്. നമ്മൾ കുറേ തവണ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന് മേക്കപ്പ് ഇവിടെയായിരുന്നു ചെയ്തത്. നമ്മൾ പിള്ളേരുടെയൊക്കെ ഹെയർ സ്റ്റൈലൊക്കെ ഇവിടെയായിരുന്നു ചെയ്തത്. മാളുവിൻ്റെ കേട്ടോ ഈ സാധനം. എൻ്റെ ഇത് പോയി കഴിയുമ്പോൾ മാളു തന്നത്. അത് ഒരു 80% ട്രൈ ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ടാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് തലയിൽ ആ ക്രീം ഇട്ടു കേട്ടോ. ഇനിയിപ്പം ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓൾമോസ്റ്റ് 20 മിനിറ്റ് ആയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നു. കഴിയുമ്പോൾ എങ്ങനെയാവുമെന്നറിയാം. ഓൾമോസ്റ്റ് 1 hour ആയി. അപ്പോൾ ഇച്ചിരി കൂൾ ഡ്രിങ്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇവർ തന്നെയാണ് കേട്ടോ അതൊക്കെ തരുന്നത്. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. വീഴുമ്പോഴുള്ള സാറ്റിസ്ഫാക്ഷൻ ഓൾമോസ്റ്റ് കഴിയും കേട്ടോ. എൻ്റെ മുടിയാനേ തോന്നുന്നില്ല. എത്ര ഇതിനെ കാണാൻ പറ്റുമെന്നറിയില്ല, പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അടിപൊളി. അറിയില്ല എൻ്റെ ദൈവം, എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ ചെന്നിട്ട് ഇച്ചാൻ എന്നാ പറയണേന്ന് നോക്കാം. ഞാൻ നേരത്തെ കഴിഞ്ഞു. ചിക്കു പശു ചപ്പിയ പോലെ വരുന്നുണ്ടോ? പശുവാണോ പോത്താണോ കാളയാണോ എന്നെ ചപ്പിയെ? ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ നിന്ന് കറിയായിരുന്നു ചാൻ. എന്നാ പറ്റിയ? ഞാൻ ഇവിടെ നോക്കിയൊന്നും മടുത്തു. പക്ഷെ കരഞ്ഞ പോലെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്. മുടി വായിക്കി കാണിച്ചേ. എന്നാ ചെയ്തവര്? എന്നാ ട്രീറ്റ്മെന്റ് ചെയ്തേ? അവര് ഡീപ് കണ്ടീഷനിങ് ചെയ്തു. ആക്ച്വലി കട്ട് അതിന്റെ അകത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. അവള് പൈസയും കുറച്ച് മേടിച്ചേ. സാധാരണ ഫുൾ ട്രീറ്റ്മെന്റ് പൈസ അവൾ എടുത്തില്ല. പൈസ പറയണ്ട. നിറാന്നാട്ടോ പുള്ളിക്കാരിയുടെ പേര്. അപ്പൊ ഈ വണ്ടി ഉരുളുന്നുണ്ടോ? അതെനിക്ക് തോന്നണയാണോ? എന്നാ ആള് പ്രഗ്നന്റാ. ഏപ്രിലാ ഡേറ്റ്. ആക്ച്വലി കളറിങ് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ കളർ ഇടാവുള്ളൂ. അല്ലെങ്കിൽ കളർ കഴുകി പോകുന്നു പറഞ്ഞു. ഇതിപ്പോ കണ്ടീഷനിങ് ട്രീറ്റ്മെന്റാ ചെയ്തത്. അതായത് അത് കനം കുറച്ചതാ. മറ്റേ തിക്നെസ് കുറച്ചിട്ട് കട്ടിയല്ലേ. ഇത് ആരോഗ്യം കൂടുകയോ ചെയ്ത്. ഇതെന്താ ചെയ്യാ പറയണത് കണ്ടില്ലേ? അതായത് ഓരോ സ്ട്രാൻഡും തിക്കായിട്ടുണ്ട്, സ്ട്രോങ്ങർ ആയിട്ടുണ്ട്. അത് ഓൾറെഡി ക്രൗണിൽ ഓൾറെഡി നമുക്ക് ഇച്ചിരി മുടി കുറവായിരിക്കുമല്ലോ. ഞാൻ മറ്റേ പ്ലാസ്മ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പൊ പക്ഷെ ഒത്തിരി കുഞ്ഞുമുടികൾ എനിക്ക് വരുന്നുണ്ട്. മറ്റേ ഈ മെറ്റേണിറ്റിയുടെ പ്രസവം കഴിഞ്ഞതിന് ശേഷം മുടി നമുക്ക് കൂടുതൽ വരികയല്ലേ. പിന്നെ മൾട്ടി വിറ്റമിൻ എടുക്കണോണ്ടായിരിക്കും നല്ലതായിട്ട് വരുന്നുണ്ട്. അതൊന്നും എന്റെ മുടി ഇങ്ങനെ ഷോക്ക് അടിച്ച പോലെ ഇരിക്കരുതെന്നുള്ളത് മാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ.
ഇച്ചാന് ഗേൾസ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇച്ചാൻ അങ്ങനെ പറയുന്നത്. പക്ഷെ ഞാൻ എത്ര ഹാപ്പിയാ നോക്കുന്നത്. ഇതുണ്ടോ, ഇതിന്റെ ഒരു തിളക്കമൊക്കെ ഉണ്ട്. ഉള്ളത് ഞാൻ പറയാലോ, നേരത്തെ ഉള്ളതായിരുന്നു നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളല്ലേലും വാ തുറന്നോ ദുരന്തേ പറയത്തുള്ളൂ. ഞാൻ ഇത്ര സന്തോഷത്തോടെ തുള്ളിച്ചാടി ഇങ്ങനെ ഇളകി ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടാണെന്ന് അറിയത്തില്ല. അല്ല ഊരണ്ട ഞാൻ പറഞ്ഞതേ ഞാനിപ്പോ നോർമൽ രീതിയിൽ നടക്കില്ല, ഇങ്ങനെ ബൗൺസ് നടക്കും. പൂവൻകോഴിയാണോ? പൂവൻകോഴിയെ പോലെ. എല്ലാണേലും പിള്ളേര് വരുന്ന അവരുടെ അഭിപ്രായം കേൾക്കാനാണ് കാത്തിരിക്കുന്നത്. അവരാ സത്യസന്ധമായിട്ട് എന്നോട് റിയാക്ഷൻ പറയത്തുള്ളൂ. ആണോ? നമ്മളൊന്നും പറയില്ല. ഓവർ സത്യസന്ധത അതെനിക്ക് വേണ്ട. എനിക്ക് അത്ര സത്യസന്ധത ഇഷ്ടം. എനിക്ക് ഇച്ചിരി അതൊക്കെ ഇഷ്ടമുള്ളൂ. അയ്യോടാ, റിയാലിറ്റി പറയുന്നവരല്ലേലും വലിയ താല്പര്യമില്ല. ഓ മൈ ഗോഡ്, ഇങ്ങോട്ട് നോക്ക്. എന്റെ സിൽക്കി സ്ലീക്കി ഹെയർ നോക്ക്. പട്ടിഷായ എന്ന് പറയരുത് കേട്ടോ, സഹിക്കാൻ പറ്റില്ല എനിക്ക്. ചക്കി വന്നല്ലേ? വെൽക്കം ഹോം. എങ്ങനെയുണ്ട്? യെസ്, എങ്ങനെയുണ്ട്? പറ, ഉള്ളത് പറ ചക്കി, ഉള്ളത് പറയാവുള്ളൂ. അമ്മയുടെ പഴയതാണ് നല്ലത്, ഇതാണ് നല്ലത്? സഹിക്കാൻ പറ്റുന്നില്ലേ? ഉള്ളത് സത്യം പറയണ എന്റെ മക്കളായിരുന്നു. അയ്യോ എനിക്ക് എന്താ ചക്കി, ഇത് നല്ലതാണോ? അല്ല, ഇത് സ്ട്രൈറ്റനിങ് അല്ല, ഡീപ് കണ്ടീഷനിങ്, സ്മൂത്തനിങ് കണ്ടീഷനിങ്. പെർമനന്റ് ഒന്നല്ല, ആ മുടി വളർന്ന് വലുതായിരിക്കും. എങ്ങനെയുണ്ട് ചക്കി? ഉള്ളത് പറ, ഇതാണ് നല്ലത്, പഴയതായിരുന്നു നല്ലത്, വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നോർമലായിട്ട് വരുന്ന ആ ഒരു ഇതാണ് നല്ലത്? രണ്ടിനകത്ത് അത്ര ഡിഫറൻസ്. ആ സ്ട്രൈറ്റ് ആ നീറ്റ് ആ, പക്ഷെ എനിക്ക് പറയാൻ നല്ല മമ്മയ്ക്ക് സ്യൂട്ട് ഇത് നല്ലതാ. പക്ഷെ മമ്മയ്ക്ക് സ്യൂട്ട് ആവുന്നുണ്ടെന്നാണോ അതേ മറ്റേതാണോ കുറച്ചുകൂടെ സ്യൂട്ട് ആവുന്നത്? അതായത് ദൈവം നമ്മളെ അതായത് ദൈവം നമ്മളെ സൃഷ്ടിച്ചേക്കെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും ചേരുന്ന രീതിയിലുള്ള മുടിയാണെങ്കിൽ മുടി ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മളായിട്ട് മാറ്റും. കുഴപ്പമില്ല. ഹെയർലൈൻ ഒക്കെ ഇച്ചിരി കൂടുതല്, ഇച്ചിരി കൂടുതലാ. അതൊക്കെ ഇനിയിപ്പോ ഫിക്സ് ചെയ്യണം പയ്യെ. ഇനിയിപ്പോ ജിമ്മിലൊക്കെ പോകാനൊരു മോട്ടീവ് ആവും. ഹെൽത്തി ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും. ഇപ്പൊ എന്നാ പ്രശ്നം അറിയോ, ഫൈബർ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ വൈറ്റമിൻസ് ഒക്കെ കഴിയിപ്പോവും. അന്നേരപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനെ പലതിനെയും ബാധിക്കും. അപ്പൊ ഇപ്പം ഞാൻ ഒന്നും പറയാനില്ല. പിന്നെ ഇവിടുന്ന് നോക്കുമ്പോ ഇത് ഭയങ്കര വൈറ്റ് ആയി മമ്മിയുടെ ഹെയർ ലൈൻ. അങ്ങനെ വൈഡ് ആയിട്ടുള്ള ഹെയർ ലൈൻ കൂടുതൽ അറിയുവാണോ അങ്ങനെ ഇടുമ്പോ? കാലൊക്കെ വെച്ച് നീട്ടി വെച്ച് കൊടുത്തിട്ട്. അതായത് ആക്ച്വലി നാട്ടിൽ ചെയ്യുന്നവരല്ല പിന്നെ ഞാൻ ഇവിടെ നല്ല മണമാണല്ലോ മറ്റേ മിന്റിൻ. പ്രത്യേകിച്ച് അവര് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഓക്കെ കുഴപ്പമില്ലെന്ന് പറയാനാണ് ഇച്ചാ കൊണ്ട് 98 യൂറോ കൊടുത്തേ. പക്ഷേ ഇടയ്ക്ക് ചെയ്യുന്നല്ലേ കണ്ടേ. സോഫ്റ്റ് ആയി കേട്ടോ. അതായത് വിന്റർ രാജ്യത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ശരിക്കും ഫുഡ് ക്രീം ഒക്കെ ഇട്ടില്ലെങ്കിൽ അവരിത് നന്നായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ആണോ? കാരണം എന്താ പറയട്ടെ, എന്റെ അന്ന് ചെയ്തപ്പോ അവര് നല്ല ഇതായിട്ട് ഇച്ചുണ്ടാവും. പക്ഷെ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൈഡായിട്ട് നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പൊ അതിന്റെ അടുത്ത് നല്ലതാ. കുറച്ച് സ്ലിം ആയി കഴിയുമ്പോ ഓക്കെ ആവും. അത് ശരിയാണ്. എന്റെ ബോഡിക്ക് മോട്ടിവേഷൻ ആയല്ലോ. ഇത്ര മുടി നല്ല ഇതായിട്ടിരിക്കുമ്പോ ഈശോ എനിക്ക് വയ്യ, ഞാൻ എന്തൊക്കെയല്ല ഇരുന്ന് വിളിച്ചു പറയാനാ. പക്ഷെ മെയിൻ സംഭവം എന്നാ പറയട്ടെ, ഇങ്ങനെ ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്കറിയാം അതിൻ്റെ ഒരു വിഷമം. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് കിട്ടുമോ അതെല്ലാം ട്രൈ ചെയ്യാൻ നോക്കും. പരമാവധി കെമിക്കൽസിന്റെ ഒരു അങ്ങനെ ഒരു ഇതില്ലാത്ത പോലെ. അപ്പൊ എനിക്ക് കെരാറ്റിൻ ചെയ്യാൻ അങ്ങനത്തെ ഇതിനോടൊന്നും താല്പര്യമില്ല. പിന്നെ പോയിട്ട് നാച്ചുറൽ ഇതിപ്പോ ചെയ്തപ്പോ ഇങ്ങനെ കിടക്കുന്നു എന്നുള്ളവർ സ്ട്രേറ്റ് ചെയ്തോണ്ട് ഇനിയിപ്പോ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നോർമൽ ഹെയർ പോലെ ആവും. പക്ഷെ മറ്റു രാവിലെ എന്നെ കണ്ടപ്പോ ഇരുന്നില്ലേ അതുപോലെ ഇരിക്കില്ല എന്ന് ഉള്ളൂ. ഇത് എന്നാ ഡീപ്പ് കണ്ടീഷനിങ് ആണ്, സ്മൂത്തനിങ് എന്ന് പറയുന്ന സംഭവം. 6 മാസമൊക്കെ നിൽക്കുന്ന 6-7 മാസമൊക്കെ ഇതിന്റെ എഫക്ട് ഉണ്ടാവും. ഭയങ്കര സ്ട്രോങ് കെമിക്കൽ അല്ല. മറ്റേ
കൂടുതലും നാച്ചുറൽ പ്ലാന്റ് ബേസ്ഡ് സാധനങ്ങളൊക്കെ അവർ യൂസ് ചെയ്യുന്നതായിരുന്നാ പറയുന്നത്. അങ്ങനെ ഇപ്പം അറിയത്തില്ല, ഇതിൻ്റെ കൂടുതലൊന്നും ഞാൻ റിസർച്ച് നോക്കിയില്ല. കാരണം ഇവിടെ ഉള്ളതിലൊരു നല്ല പാർലർ അതാണ്. ആ പാർലറിൽ കെമിക്കൽ ഫ്രീ ആയിട്ട്, അതായത് ഈവൻ പ്രഗ്നൻസിയിലും ഇത് ചെയ്തു തന്ന നിറ പ്രഗ്നൻ്റാണ്. പരമാവധി അങ്ങനെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സാധനമാണ് ചെയ്തത്. അപ്പം ഇന്നത്തെ വെക്കേഷൻ അല്ല ഇന്നത്തെ അവധി എൻ്റെ കാലും എൻ്റെ തലയിൽ നീ കൊറേ അംഗമാണ് നീ എനിക്ക് ഇതാണൊക്കെയാണ് സഹിക്കാൻ പറ്റാത്ത. ബാക്കി ചെയ്ത് ഫോട്ടോ എടുക്കല്, ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കല്, കുനിഞ്ഞു ചെയ്ത് ഫോട്ടോ എടുക്കല്. കാണിച്ചേ ചക്കി എടുത്ത ഫോട്ടോ കാണിച്ചേ ഫോട്ടോ ഫോട്ടോ അല്ല വീഡിയോ വീഡിയോ. എന്നെ ഇവിടെ ഒട്ടും മുടിയില്ല, അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് ഇത്തിരി കുറവാ. എങ്ങനെയാണ് എന്റെ മുടിയല്ലോ ഇവിടുത്തെ പോയത്? ചക്കി സ്കൂളൊക്കെ ഉണ്ടായിരുന്നു ചക്കി. ചക്കിക്ക് മുടി സ്ട്രൈറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചക്കിക്ക് കൂടുതൽ ഈ ബ്യൂട്ടി പരമായ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ചെയ്യാനും ഇനിയിപ്പോ മുൻപേ മുടി ഏരി കൊടുക്കലാണ് പരിപാടി. അങ്ങനെയല്ലേ? കുഴപ്പമില്ല. എന്നായാലും മറ്റേ ആ രാവിലെ കണ്ട പോലെ അങ്ങനെ ഇരുന്ന് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയല്ലേ ഇപ്പൊ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഇച്ചിരി വൃത്തിക്കൊക്കെ പോകാനോ അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഴുതപ്പെടാത്തൊരു ഇതെന്ന് പറയുന്ന പോലെ, അതായത് ഇവിടുത്തെ ഒരു എത്രത്തോളം വൃത്തിയായിട്ട് ഡ്യൂട്ടിക്കൊക്കെ പോകാം, അതായത് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മളല്ലാണ്ട് വേറൊരു പേഴ്സൺ കാണുമ്പോൾ എത്രയും ക്ലീൻ ആയിട്ട് എത്രയും നീറ്റായിട്ട് കാണാവോ അത്രയും അക്സെപ്റ്റൻസും കൂടുതലായിരിക്കും. അതായത് മാക്സിമം ഇവിടെ ഡ്യൂട്ടി കഴിഞ്ഞ പറഞ്ഞ ഹോസ്പിറ്റലാണെങ്കിൽ പോലും മേക്കപ്പ് ഒക്കെ ഇട്ട് എല്ലാവരും അങ്ങനെയാണ്. ഇപ്പൊ ഓവർ മേക്കപ്പ് ഇട്ടില്ലെങ്കിലും നമ്മളെ കെയർ ചെയ്തിട്ട് പോകുന്ന ഒരു ലുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു റെസ്പെക്റ്റ് ആണ്. നമുക്ക് തന്നെ റെസ്പെക്ട് കൊടുക്കണമെന്നുള്ളൊരു ഇത് വരുമ്പോഴേക്കും അവരും അതനുസരിച്ച് നമ്മുടെ അടുത്ത് നമുക്കൊരു അക്സെപ്റ്റൻസ് ഇച്ചിരി കൂടുതലുണ്ട്. വൃത്തി ഇങ്ങനെ കെയർലെസ് ആയിട്ട് വരുന്നതും നല്ലതായിട്ട് നമ്മളെ തന്നെ കെയർ ചെയ്ത് ചെല്ലുന്നതായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ചക്കി എന്നെ പോകാനും മാറാനൊന്നും സമ്മതിക്കണില്ല. ചക്കി പറഞ്ഞു അതിലൊരു കസേര കൊണ്ട് തന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞു മമ്മ ക്ലീൻ ഗേൾ ലുക്കാണ്. എന്നാ ചക്കി എന്റെ പേര്? എന്നാ ചക്കി ചെയ്യണേ? മമ്മ മേടിച്ചത് എയർപോർട്ടിൽ ഞാൻ ബ്ലെൻഡ് തിളങ്ങോ? എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ചക്കിക്ക് കോസ്മെറ്റോളജി ആണ് താല്പര്യം തോന്നുന്നത്. ബ്യൂട്ടീഷ്യൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ കോസ്മെറ്റോളജി പഠിച്ചാലും നല്ല ഡിഗ്രി കോഴ്സ് 3.5 വർഷം അപ്ലൈ ചെയ്യട്ടെ. എനിക്കിഷ്ടമായിരുന്നു. എനിക്ക് ഡിസൈനിങ്ങും പിന്നെ ഫാഷൻ ഡിസൈനിങ് പിന്നെ ബ്യൂട്ടീഷ്യൻ അതൊക്കെയായിരുന്നു എൻ്റെ ഇൻട്രസ്റ്റ് ഉള്ള. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിൻലൻഡിൽ നമ്മൾ എത്ര വയസ്സ് വേണമെങ്കിലും പഠിക്കാം. പഠിക്കാം. അപ്പോൾ എന്നെ ആലോചിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബ്രെയിന് പറ്റുന്ന ഏറ്റവും നല്ല എക്സസൈസാണ്. നമ്മൾ കുറച്ചും കൂടെ യങ്ങായിട്ടിരിക്കും, എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കും. എന്തെങ്കിലും പഠിക്കാൻ പോയാലും ഞാൻ ആലോചിക്കുന്നത് വീണ്ടും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് എപ്പോഴും ബെസ്റ്റാണ്. എന്താ ചെയ്തേ? ചക്കിന്റെ മുഖത്തുള്ള വാസലിൽ നമുക്ക് തൂക്കി. സ്കിൻ പ്രെപ്പ് ആയിരുന്നത്. ഓക്കെ. എന്നിട്ട് മൂക്കേൽ അങ്ങനെ ഇടാം. അതല്ലേ ചക്കിയുടെ മൂക്കിടക്കി തിളങ്ങി നിൽക്കുന്നേ. മൂക്കിന് വലിപ്പം കൂട്ടുവേണം. എന്നാൽ നമ്മുടെ മൂക്ക് നല്ല വലിപ്പമാണ്. കളിയാക്കണോ? സ്റ്റിൽ ഒരു ചേഞ്ചില്ല. വിട്ടിട്ടില്ല. സെറ്റായോ? അയ്യാ എന്റെ കണ്ണാ. 5 സെക്കൻഡ്സ് വരും. 5 സെക്കൻഡ്സ് കുടിച്ചോണ്ടിരുന്നോ? ഒരു ഡയലോഗ് ഉണ്ടല്ലോ, താളല്ലേ കൂട്ടാൻ. തേങ്ങ എത്ര അരച്ചാലെന്നെ താളല്ലേ കൂട്ടാൻ. താളല്ലേ കൂട്ടാൻ. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ്.
തേങ്ങയോ താളോ മൊത്തം വിളിക്കില്ലായിരുന്നു. എന്തൊക്കെയായിരുന്നു. തേങ്ങയുടെ തോട് ചേരട്ട പെട്രോളും കത്തിച്ച് വണ്ടി കത്തിച്ച് കോയമ്പത്തൂരിന്ന് പറന്നു വരുന്നു, വെയിറ്റിംഗ് ഷെഡിൽ താമസിക്കുന്നു. എന്നിട്ട് ഇപ്പൊ താളായി കൂട്ടാൻ. കുഴപ്പമില്ല, അങ്ങനെ കംപ്ലീറ്റ് ആയി. അടിപൊളിയായല്ലോ. ക്ലീൻ മേക്കപ്പ് ലുക്ക് എന്ന് പറയുമ്പോ ഞാൻ വിചാരിച്ചു ചുമ്മാ ചാക്കി ഉറപ്പായിട്ട് ഹോസ്പിറ്റൽ തോന്നുന്നു. കൊള്ളാട്ടോ, ഇഷ്ടപ്പെട്ടു. ചക്കിയുടെ പണിയായുധങ്ങളൊക്കെ എല്ലാം ചക്കിയുടെ സാധനങ്ങളാണ്. കുഴപ്പമില്ല. തമ്മിൽ പേര് തൊമ്മൻ. നല്ല നല്ല. വാവ്, എന്നാ ജോണിക്കുട്ടി ഇഷ്ടപ്പെട്ടില്ലേ? കേളി ഹെയറാ ചേർത്തുള്ള കേളിയാ നല്ല ലുക്ക്. നീ അപ്പനെ പോലെ മുഖത്തടിച്ച് സംസാരിക്കാതെ ഞങ്ങളുള്ള കാര്യം ഉള്ളത് നോക്കി പറയാം. ആരെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം പറയത്തില്ല, അല്ലേ ജോണിക്കുട്ടി? ജോണിക്കുട്ടി ഹോബി ഉണ്ട്, ഹോബിക്ക് വേണ്ടി കൊണ്ടേ വിടണം. വന്നതേ ഉള്ളൂ ജോണിക്കുട്ടി. സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? സ്കേറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ ആയിരുന്നു. എന്നാ കൊച്ചിന് ഉണ്ടല്ലോ. തൊപ്പി വെക്കാതെ ഇരുന്നിട്ടില്ല ഇത്രയും നടക്കുന്ന ചെവി. ബേക്കറി പോയിട്ട് വന്നു അങ്ങനെ. ആള് മാറിപ്പോയോ? അല്ല നീക്ക് എന്തോ അത് പിന്നെ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ടത് മാത്രം മതി. എന്നെ നമ്മളെയൊക്കെ നോക്കി ചിരിക്കാനൊക്കെ പഠിച്ചു. ഒന്ന് ചിരിച്ച് ഒരു ഹായ് കൊടുത്തേ. യേശുക്കുട്ടി ഒരു ഹായ് കൊടുത്തേ. ഹായ് ഹായ് പറഞ്ഞേ. ഹായ് എന്ന് പറഞ്ഞേ. കൈയൊക്കെ പറയാൻ പഠിച്ചു. യേശുക്കുട്ടിക്ക് ഒരു ബേബി ഉണ്ട്. ഓ യേശുക്കുട്ടിയുടെ ബേബിയാണ്. യേശുക്കുട്ടിയുടെ ബേബി. ബേബി എങ്ങനെയുണ്ട്? ബേബിക്ക് ഒരു മോത്തരെ. ബേബിക്ക് ഒരു മോത്തരെ. ചേച്ചിയാ പെൺകുട്ടിയാന്ന്. ഉമ്മ ഉമ്മ. അതെന്നതാ? ചെവി, കണ്ണ്, വായി, മൂക്ക്. അപ്പയ്ക്ക് കൊണ്ട് തരുവാണോ? വേണ്ടേ? ബാ ബേബീനെ വരാ. ബാ സ്കൂളിൽ എന്നെ ജോലിക്കുട്ടി ഇന്നത്തെ എന്തോ സംഭവം കൊണ്ടുവന്നേ? കുത്തോശയിലാണ് കുഞ്ഞു കുമ്മീനെ കിട്ടണം, പിന്നെ ഇക്കൊശയില് വലിയ കുമ്മീന് കിട്ടും. അതുകൊണ്ട് കുമ്മീനെ കൊടുത്ത് നമ്മള്. പക്ഷെ ഈ കുമ്മീനും യുക്കേസ് അങ്ങനെയൊക്കെ പറഞ്ഞ അതെന്നെ സംഭവം. കുമ്മീനും ഫ്രണ്ട് ആയിട്ട് മറ്റേ അതുപോലെ വലിയ ഒരു 6th ഗ്രേഡേഴ്സ് സ്കൂളിൽ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റുഡന്റിന് ഓരോ കൊച്ചിനും ഇങ്ങനെ കൊടുക്കും. ഫ്രണ്ടിനെ പോലെ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഒരു ഗൈഡൻസ് കൊടുക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ബ്രേക്ക് ടൈം ഒക്കെ ഇടുമ്പോ കൂടെ കളിക്കാനും കാര്യങ്ങളൊക്കെ ഒന്ന് ദോശകളുണ്ട്. ഫ്രൈഡേയും മൺഡേയും മറ്റേ അപ്പൊ ഇതില് മെയിൻ ഒരു സംഭവം വെച്ചാൽ ഒരു പുതിയ കുട്ടി 1ാം ക്ലാസ്സിലോട്ട് പുതിയതായിട്ട് വരുമ്പോ അവന് തന്നെയായിട്ട് അവിടുത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റുഡന്റിനെ ഫ്രണ്ടായിട്ട് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ കൊച്ചിന് ഒത്തിരി പേടി കുറവുണ്ടാവും, ഒരുപാട് കാര്യങ്ങളിൽ എക്സ്പോഷർ കിട്ടും. അപ്പൊ അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ഡേയും അവർ അറേഞ്ച് ചെയ്യും അല്ലേ? വാലന്റൈൻസ് ഡേ അല്ലേ? ഫ്രൈഡേയിലാണ് നമ്മൾ മറ്റേ ചെയ്ത സ്കൂളില് നമ്മൾ ഫ്രൈഡേയിലാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ കുറെ 2 പാർട്സ് ഉണ്ടാക്കിയാണു. ഒരെണ്ണം മറ്റേ നമ്മൾ അറിയാതെ അവർ തന്നെ ഉണ്ടാക്കി. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കി. അയ്യോ ചേട്ടന്റെ ഹാർട്ട് ഇപ്പൊ പൊടിഞ്ഞു പോയാനെ. കാണിച്ചു കുട്ടി. ഇതാണ് മറ്റേ
ഇങ്ങനെ പറഞ്ഞ ക്ലൗഡ്. പിന്നെ ഇതാണ് വുഡോടെ പീസ് കൊണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഗ്ലൂ ചെയ്തതാണ്. എന്നിട്ട് ഇവിടെ മറ്റേ ഇത് ഹോട്ട് എയർ ബലൂൺ പോലത്തെ സംഭവമാണുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. ഇത് ആരുണ്ടാക്കിയതാ? ഞാനും എന്റെ കുമ്മിയും ചേർന്ന് ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇത് അവൻ തന്നെ ഉണ്ടാക്കിയതാ. പക്ഷെ കാണിച്ച് നാളായി പോയത്. കാണിച്ച് മമ്മടയിലോട്ടൊന്ന് ഒന്ന് കാണിച്ചു നോക്കട്ടെ എന്നെ എഴുതിയേക്കണേന്ന്. അത് കണ്ടിട്ട് എന്താന്ന് തോന്നിയേ? എന്നാ എഴുതിയേക്കുന്നത്? ടി.വി. ആടിക്കൊണ്ടിരിക്കണം. പിടിച്ച മോനെ ഈ അടിയാണ്. ചേട്ടന് ഓൾറെഡി കുഞ്ഞായിരുന്നപ്പോ ഒരു ടി.വി. തല്ലി പൊട്ടിച്ചതാ. അക്കിടിമാമന്റെ തലക്ക് അടിച്ചതാ തോക്കും വെച്ച്. അക്കിടിമാമനെ തല്ലി കൊല്ലാൻ പോയതാ. ഇപ്പൊ കുഞ്ഞനിയെ ഓടിപ്പോയിട്ട് ഇങ്ങനെ നേരം കൊട്ടലാണ് പരിപാടി. അതായത് ഇവര് പഠിക്കുന്ന സമയത്തെ നമ്മളിപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നതെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുകൂടാനും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എക്സാമ്പിള് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ലേൺ ചെയ്തില്ലേ. ഇവിടെ അങ്ങനത്തെ സിസ്റ്റം കേട്ടോ. കുഞ്ഞിപ്പല്ലി വന്ന് 2-3 പല്ലി വന്നു. മുകളിലും പല്ലി വന്ന് താഴെയും പല്ലി വന്നു. മനസ്സിലായി പുള്ളി ചിരി നിർത്തി. വായിക്ക, ഒരു പ്രാവശ്യം വായിക്ക. യെസ് യെസ്. ഇവിടെ വലിച്ചെടുക്കണം. ഇത് ശീലിച്ചു പോയി കഴിഞ്ഞാല് കസ്റ്റമർക്ക് എടുക്കുന്ന രീതിയിൽ എടുക്കണം കേട്ടോ. വളരെ കൈൻഡോടുകൂടി കെട്ടിയവന് എടുക്കുന്ന രീതിയിൽ എടുക്കരുത്. അതിനൊക്കെ പേയ്മെന്റ് ഉണ്ട്. വേദനയുണ്ടോ? ജോണിക്കുട്ടിയുടെ റീഡിങ് ഹോംവർക്ക് കേട്ടോ. ഫിനിഷിന്റെ റീഡിംഗ് ആണ് ബാക്കി കേൾക്കുന്നത്. ഓ വലിയുണ്ടല്ലോ അന്തമാതിരി വലിയ വലിക്കും. ഇത് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ചെയ്തില്ലെങ്കിൽ എന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് മൊത്തം ഭയങ്കര. പക്ഷെ ലേഡീസിന്റെ എടുക്കുന്ന പോലെ അങ്ങനെയല്ല കേട്ടോ എടുക്കുന്നത്. ഒരു കുറച്ച് എക്സ്ട്രാ ഉള്ളത് അങ്ങ് കളയൂന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാന്ന് പറഞ്ഞാൽ കാശ് തരുന്നില്ല എന്ന് ഓർത്തിട്ട് അന്തമാതിരി പറിക്കരുത്. ഇനിയാണേലും ഉണ്ടല്ലോ തരുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. അത് കാശ് തരുന്നുണ്ടല്ലോ എന്നുള്ളതല്ല മാറ്റർ. മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് വൈകിട്ട് വരെ എങ്ങനെ ഭാര്യയോട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് വലിയ മാറ്ററാണ്. അപ്പൊ വേദന കുറച്ച് കുറഞ്ഞിരിക്കും. ഓഹോയ് വെക്കുന്നല്ല ത്രെഡ് ചെയ്യാൻ പോവാന്ന്. കണ്ണൊക്കെ ഇങ്ങനെ കാണിച്ചിരിക്കും. പുള്ളി വിചാരിച്ച പുള്ളിയെ ത്രെഡ് ചെയ്യാൻ പോവാന്ന്. കണ്ണൊക്കെ ചിന്തി ചിന്തി പോവാ. ഇല്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിള്ളേരെ ചെയ്യാൻ പറ്റില്ല. അതിനെ ചെയ്യാൻ പറ്റില്ല. കുഞ്ഞുവാമാർ ഒട്ടും ചെയ്യാൻ പാടില്ല. ദേടാ നിന്റെ ബുക്ക് എടുത്ത് വെക്കുക. ആസുകുട്ടി ബുക്ക് എടുക്കുന്നു. എല്ലാരും സ്ട്രൈറ്റ് ആവുന്ന ശരിക്കും എനിക്ക് അതുപോലെയാണ്. നല്ലാണോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരാളെങ്കിലും ജിയോഗ്രഫിയുടെ ടെസ്റ്റിലായിരുന്നു. ആ ടീച്ചർ പെട്ടെന്ന് ഗ്രേഡ് ചെയ്തോട്ട്. നിങ്ങൾ ഗസ് തന്നെ എനിക്ക് കിട്ടിയത് എന്നാണ് 9 കിട്ടി എനിക്ക്. ആക്ച്വലി എക്സ്പെക്ട് ചെയ്ത് 8 ആയിരുന്നു. അതുപോലെ മാള് കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയിട്ട് ഒന്ന് ഉണ്ടായിക്കൊണ്ടുവന്ന സംഭവം ഉണ്ടായിരുന്നല്ലോ. അത് ഈ വീഡിയോക്ക് അകത്ത് ആഡ് ചെയ്യാവേ. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്തോണ്ടിരുന്ന സമയത്താണ് അത്. പിന്നെ കംപ്ലീറ്റ് ചെയ്തില്ല നമ്മള്. ഇന്നത്തെ എക്സാമിന്റെ എന്നിട്ട് ഞങ്ങളുടെ നോട്ട്ബുക്സ് ആ ടീച്ചർ ചെക്ക് ചെയ്തായിരുന്നേ. അതിൽ നിന്നും ആ നോട്ട്ബുക്ക് ചെയ്ത വർക്ക് ചെയ്ത് എനിക്ക് 9 കിട്ടുമെന്ന് പറഞ്ഞു. 9 കിട്ടി. ഇത് ഞാൻ ക്രാഫ്റ്റിന്റെ ക്ലാസ്സിൽ തന്നെ ഉണ്ടാക്കിയ കുപ്പറി. ഫുള്ളും ആള് തന്നെ. അയ്യോ ഇതിന്റെ അകം വാമാണ്. ഇതപ്പോ ഈ മെറ്റീരിയൽ എവിടെന്നാ? സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുവോ? സ്കൂളിൽ കഴുത്തൊക്കെ എങ്ങനെയാ ചെയ്തേ? ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത ടീച്ചർ പറഞ്ഞു തരുവാ. ആണോ? കറക്റ്റ് ആണല്ലോ.
അപ്പൊ അളവൊക്കെ എടുത്ത് എങ്ങനെയാ? ആ ടീച്ചർ എന്നെ ഹെൽപ്പ് ചെയ്തു. ഇവിടെ നോക്കുന്നേ ഇതിന്റെ അടിയിലൊക്കെ കറക്റ്റ് സാധനം വെച്ച്. ഇതും ഞാൻ ഇന്ന് രാവിലെ ചെയ്തതാ. അയ്യോ മതി, ഇത് അടിപൊളിയാണല്ലോ. ഇനി ഞാൻ സെയിം പാന്റ് ഉണ്ടാക്കും ഇതിന്റെ. ഓ അത് പൊളിച്ചു. എനിക്ക് പറഞ്ഞിട്ടുണ്ടായി തരും. ഫിൻലൻഡിലെ എഡ്യൂക്കേഷന്റെ പ്രത്യേകത അല്ലേ, എല്ലാം ഫ്രീ ആയിട്ട് പഠിക്കാനും പറ്റും, ഫ്രീ ആയിട്ട് മെറ്റീരിയൽ കിട്ടും, പിള്ളേരുടെ ഇഷ്ടങ്ങൾക്ക് കുറച്ചുകൂടി ഒരു മുൻതൂക്കം കൊടുക്കുന്നുണ്ടല്ലേ. അതെ. ഇതുണ്ട് ഇതിന്റെ സ്റ്റിച്ചിങ്ങിന്റെ ഇത് കണ്ടോ, ഇത് സൈഡിൽ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലോക്ക് ചെയ്താ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ലോക്ക് ചെയ്തത് ആരാ? ടീച്ചർ ലോക്ക് ചെയ്ത് തന്നോ? അല്ല ഞാൻ എല്ലാം ചെയ്താ. ഇത് സൗമറിയോണ്ട് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു മെഷീനുണ്ട്, നോർമൽ മെഷീനുണ്ടല്ല, അത് കട്ട് ചെയ്യും പിന്നെ കൂടുതൽ അതുപോലെ ലോക്ക് ചെയ്ത് ചെയ്യും. ഇത് ചെയ്യണ ഫുൾ ടൈം ടീച്ചർ കൂടുതൽ നിൽക്കുമായിരുന്നു? ഓരോരുത്തരും കൂടെ നിൽക്കുവോ? മറ്റേ ചെയ്യേണ്ട കാര്യം പറയുമെന്നത് ഞാൻ തന്നെ ചെയ്യും. ഓ അടിപൊളി അടിപൊളി. എനിക്ക് ആക്ച്വലി ചോയ്സ് ഉണ്ടായിരുന്നു, ഇത് ഇതിന്റെ അകത്ത് വേറെ ഫാബ്രിക് ഇടാം അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് മറ്റേ ഉപ്പർ വള്ളി ഇടാം. ഞാൻ വേണ്ട വെച്ചാൽ Isä meidän, joka olet taivaissa, pyhitetty olkoon sinun nimesi, tulkoon sinun valtakunnasi, tapahtukoon sinun tahtosi, myös maan päällä niin kuin taivaissa. Anna meille meidän jokapäiväinen leipämme ja anna meille meidän syntimme anteeksi, niin kuin mekin annamme niille, jotka ovat meitä vastaan rikkoneet. Älkää päästä meitä pahasta, vaan älkää päästä meitä kiusaukseen, vaan älkää saata meitä kiusaukseen, vaan päästä meidät. ഇപ്പൊ ചെല്ലിത് എന്താണെന്നറിയോ? സ്വർഗസ്നായ പിതാവ് ചെല്ലിത് ഫിനിഷിലുള്ളത് ഇവര് സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ്. അതായത് നമുക്ക് 2 ഓപ്ഷനാണല്ലോ ഇവിടെ സ്കൂളില്. അതായത് നമുക്ക് ക്രിസ്ത്യൻ മതം പഠിക്കണോ അല്ലെങ്കിൽ മറ്റ് മതം പഠിക്കണോ, ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ സ്കൂളിലും ഉണ്ടല്ലോ. അതായത് ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളിലുണ്ടായിരുന്നു കാറ്റീസം പഠിക്കാം അല്ലെങ്കിൽ മോറൽ സയൻസ്. ഇങ്ങനെ 2 ആ സെയിം പീരീഡില്. ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യൻസിന്റെ ഒപ്പം ക്രിസ്ത്യന്റെ കാര്യത്തെ കുറിച്ച് പഠിക്കും, പക്ഷെ ഇസ്ലാം ആണെങ്കിൽ അവരുടെ അതിന് പഠിക്കാൻ പോകും. ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻ റിലീജിയൻ പഠിക്കും, മുസ്ലിംസ് മുസ്ലിം. അറബി നമ്മുടെ സ്കൂളിൽ അറബി ആയിരുന്നു പഠിപ്പിക്കുന്നത്. അറബി പഠിപ്പിക്കും മുസ്ലിംസിനെ. നമ്മള് പിന്നെ ബൈബിള് എന്താണ് കാറ്റീസം പഠിപ്പിക്കും. പിന്നെ വേറെയുള്ള റിലീജിയൻ ഇല്ലാത്തവരും അങ്ങനെയുള്ളവർക്ക് മോറൽ സയൻസ് വേറൊരു ക്ലാസ് അങ്ങനെയായിരുന്നു. അപ്പോ ഇവര് ഫിനിഷ് സ്കൂളിലാണ് പോകുന്നത്. അപ്പൊ ഫിനിഷില് ഫിനിഷ് മീഡിയം കേട്ടോ. ഫിനിഷ് മീഡിയത്തിൽ ഇപ്പം ഇംഗ്ലീഷും ഉണ്ട്, എല്ലാ ലാംഗ്വേജും. പിന്നെ ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കും. അത് ഹൈസ്കൂൾ തൊട്ട് അല്ലേ? ആളും എന്നാ ലാംഗ്വേജ് ആണ് തിരഞ്ഞെടുത്തേക്കുന്നത്? ജർമ്മൻ എടുത്തിട്ടുണ്ട്. ഓൾറെഡി സ്കൂളില് ഫിനിഷ്, ഇംഗ്ലീഷ്, സ്വീഡിഷ്, പിന്നെ ജർമ്മൻ ചൂസ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു, റഷ്യൻ പഠിക്കണോ ഫ്രഞ്ച് പഠിക്കണോ അല്ലെങ്കിൽ ജർമ്മൻ. ഞാൻ ജർമ്മൻ എടുത്തു. ആള് നമ്മളോട് ചോദിച്ചപ്പോ നമ്മളൊരു ഓപ്ഷൻ ആണോ? ഫ്രഞ്ച് എടുക്കാനോ ഓപ്ഷൻ മാറ്റി കൊടുക്കാം. നിങ്ങൾ പറഞ്ഞു ജർമ്മനെ കൂടുതൽ അടുത്ത് യൂസ് ചെയ്യുന്നത്. ഇന്നും ആള് ഉണ്ടാക്കിയാണ് സോപ്പിനെ പാക്കറ്റ് ചെയ്തു അല്ലേ. ഓരോ ദിവസം ഓരോരോ സംഭവങ്ങളൊക്കെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഹലോ, എച്ചക്കുട്ടി ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പം ഇന്ന് ഷോർട്ട് ഡേ ആയിരുന്നു. ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ തന്നെ വളരെ ഷോർട്ടായിട്ടുള്ള ദിവസമായിരുന്നു. അപ്പൊ ബാക്കിയുള്ള ദിവസങ്ങൾ നമുക്ക് തന്നെ സെലിബ്രേറ്റ് ചെയ്യാല്ലേ. അപ്പൊ നമ്മളത് വളരെ ഷോർട്ടായിട്ടുള്ള ദിവസമായിരുന്നു. ബാക്കിയുള്ള സമയം നമുക്ക് വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തണ്ട അല്ലേ. ഇനി കുക്ക് ചെയ്യണം, ഫുഡ് കഴിക്കണം, ഒത്തിരി കാര്യമുണ്ട്. എല്ലാ ദിവസവും നടക്കുന്ന പോലെ തന്നെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ദിവസം ചെയ്തുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.